നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോണത് പി സേഫിൻ്റെ മെൻസ്ട്രൽ കപ്പാണ്. ഞാനൊരു 3 years ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ സെയിം ബ്രാൻഡിൻ്റെ കപ്പ് തന്നെയാണ്. അപ്പോൾ ഒരു 3 years ആയപ്പോഴത്തേക്കും എനിക്കതൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നി. മോസ്റ്റ്ലി ഒരു 5 years ഒക്കെ പറയുമെങ്കിലും എനിക്കിപ്പോൾ ഒരു 3 years ആയപ്പോഴത്തേക്കും കുറച്ചൊന്ന് കളറൊക്കെ ഫെയ്ഡായി. നമ്മൾ റെഗുലറായിട്ട് അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലാസ്റ്റ് ഇയർ അല്ല 3 years ബാക്ക് ഞാനത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞൊരു 6 months മുമ്പ് എൻ്റെ ഫ്രണ്ടിന് ഈ സെയിം സാധനം ഞാൻ ഗിഫ്റ്റ് ചെയ്തായിരുന്നു അവളുടെ ബർത്ത്ഡേയുടെ സമയത്ത്. അപ്പോഴാണ് ഇതിൻ്റെ പുതിയ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോഴത്തെ കുറച്ചും കൂടി ഒരു ബെറ്റർ പാക്കേജിങ് ആണ്. അന്നെന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു സിലിക്കൺ കവർ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ആമസോണിൻ്റെ ബില്ല്. ഞാൻ മോസ്റ്റ്ലി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആമസോണിൽ നിന്നാണ്. ഇത് മീഡിയം സൈസ് കപ്പാണ് വരുന്നത്, ഒരു പിങ്ക് ഷെയ്ഡിൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്മോൾ ഉണ്ട്, ലാർജ് ഉണ്ട്. ലാർജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ലാർജ് ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്കൊക്കെയാണ്. സ്മോള് നമ്മുടെ ഒരു ടീനേജ് ആ ഒരു ഏജിലുള്ളവർക്ക്, നമുക്കൊരു അഡൾട്ട്സിനൊക്കെ പറ്റിയ ഒരു സൈസ് മീഡിയം സൈസ് കപ്പ്. ഇൻസി കുറച്ചും കൂടി പാക്കേജിങ് ബെറ്റർ ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. അന്ന് എനിക്കൊരു ബ്ലാക്ക് ജസ്റ്റ് ഒരു കവർ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു മെറ്റീരിയലാണ്. സോ നമുക്കിത് യൂസ് ചെയ്തിട്ട് തിരിച്ച് ഇതിനകത്ത് തന്നെ ഇട്ട് വെക്കാം. ജസ്റ്റ് ഇതിനകത്ത് ഇതൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ ഈ കവർ കുറച്ചും കൂടി ഒരു ബയോഡിഗ്രേഡബിൾ ആയിരുന്നു, കുറച്ചും കൂടി ബെറ്ററാണ്. പിന്നെ എന്താ, ഇത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം എപ്പോഴും. ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ് സ്റ്റെറിലൈസ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇത്. പിന്നെ ഇവർ സ്റ്റെറിലൈസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനേക്കാളും ബെറ്റർ നമ്മൾ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്റ്റീൽ ബൗളിനകത്ത് ഗ്യാസിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. സോ ഐ വിൽ റെക്കമെൻഡ് മെൻസ്ട്രുവൽ കപ്പ് ആൻഡ് പാഡ്സ്.